ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് പറഞ്ഞാൽ നമ്മൾ ഒരു ടോയ്ലറ്റിൻ്റെ റിനോവേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. അപ്പോൾ ഈ റിനോവേഷൻ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടോയ്ലറ്റിലുണ്ടാകുന്ന ലീക്ക് എന്ന് പറഞ്ഞാൽ ഇതിന് തൊട്ട് താഴത്തെ ഫ്ലോറ് നമ്മൾ ടോയ്ലറ്റിൽ ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു കണ്ടീഷനാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിലുള്ള സീലിങ്ങിൽ കംപ്ലീറ്റ് ആയിട്ട് ഈർപ്പം വന്നിട്ട് അവർക്ക് പെയിൻറ്റിങ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ തന്നെ അത് പൊള്ളി വെളിയിലോട്ട് വരുന്ന ഒരവസ്ഥ. അപ്പോൾ അങ്ങനെയൊക്കെ ഇതായതുകൊണ്ട് നമുക്കിത് വന്ന് നമ്മളെ വിളിക്കുകയുണ്ടായി. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് നോക്കിയപ്പോഴും ഇത് പൂർണ്ണമായിട്ടും പഴയ ജോയിൻറ്റ് ഫില്ലറായിട്ടിരിക്കുന്നത്. അതുമാത്രമല്ല മണ്ണാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിന് ഫില്ല് ചെയ്യാനായിട്ട് മണ്ണാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് പഴയ കാലത്തുള്ള ബാത്റൂം ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫ്ലോർ താത്തിട്ടിട്ടില്ല. അപ്പോൾ ഇതിങ്ങനെ ഒരു ഹൈറ്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഒരുപാട് ഹൈറ്റ് വരാതിരിക്കാൻ വേണ്ടി ഇത്ര 2 സ്റ്റെപ്പായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരു സ്റ്റെപ്പിൽ മണ്ണ് ഫില്ല് ചെയ്തിട്ട് അതിനകത്ത് വെറും 2.5 ഗേജുള്ള പൈപ്പുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല ജോയിൻറ്റ് ഫില്ലറില്ല. പഴയ എപ്പോക്സി ഇല്ലായിരുന്ന സമയത്തുണ്ടായിരുന്ന ജോയിൻറ്റ് ഫില്ലർ അപ്പോൾ ഫ്ലോ ട്രാപ്പില്ല. അപ്പോൾ അത്തരത്തിൽ ചെയ്തത് കൊണ്ടാണ് ഇത് ലീക്ക് വരാനുള്ള കാരണം. അപ്പം നമ്മളിത് മൊത്തം അടിച്ച് മാറ്റിയതിന് ശേഷം, അതായത് ഇതിലെ ടൈലുകൾ കംപ്ലീറ്റ് പൊട്ടിച്ച് മാറ്റിയതിന് ശേഷം ചെയ്യുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും ആദ്യത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതിലുണ്ടായിരുന്ന മണ്ണ് കംപ്ലീറ്റ് ആയിട്ട് നീക്കം ചെയ്യുകയാണ്. അപ്പോൾ മണ്ണ് നീക്കം ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ വാഷ് ചെയ്ത് അതിന് ശേഷം നമ്മൾ 2K വാട്ടർ പ്രൂഫിങ് ചെയ്യുക. നല്ല രീതിയിൽ തന്നെ 2K വാട്ടർ പ്രൂഫിങ് ഫ്ലോറിലെ 2 കോട്ട് മസ്റ്റായിട്ട് അടിച്ചിരിക്കണം. അപ്പോൾ ഇത് നമ്മൾ പൂർണ്ണമായിട്ട് മാറ്റിയതിന് ശേഷം അതായത് ഇത് നല്ല ഒരു ഇതായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഈ മണ്ണ് ഇരുന്നിട്ട് അതിൻ്റെ ആ ഒരു കെമിക്കൽ കണ്ടൻറ്റ് കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ഈർപ്പം കൂടെ പിടിച്ചിട്ട്, അപ്പോൾ ഇത് ഫുള്ളായിട്ട് എടുക്കാനായിട്ട് കുറച്ച് ശ്രമകരമായൊരു ജോലിയായിരുന്നു. അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള മണ്ണ് പൂർണ്ണമായിട്ട് മാറ്റിയതിന് ശേഷം ചെറിയ ഡസ്റ്റുകളുണ്ട്. അപ്പോൾ വാട്ടർ ഓഫ് ചെയ്യുമ്പോൾ ഡസ്റ്റുകൾ ഇരുന്ന് കഴിഞ്ഞാൽ വീണ്ടും ലീക്ക് വരാനുള്ള ചാൻസ് ഉള്ളത്. ഈ ഡസ്റ്റുകൾ പൂർണ്ണമായിട്ടും ഇത്തരത്തിൽ കഴുകി തുടച്ച് എടുക്കുകയാണ് ചെയ്യുന്നത്. എടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും ഇതിൽ വാട്ടർ പ്രൂഫിൻ്റെ കെമിക്കൽ, ഡോക്ടർ വിക്സിൻ്റെ കെമിക്കലാണ് 2K വാട്ടർ പ്രൂഫിങ് എന്ന് പറയും. അപ്പോൾ അത് 2:1 എന്ന ക്രമത്തിൽ നമ്മൾ ഇത് നല്ല രീതിയിൽ തന്നെ കട്ടയിൽ തന്നെ അടിച്ച് വീണ്ടും ഇതിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും 2 കോട്ട് വാട്ടർ പ്രൂഫ് അടിക്കേണ്ടതാണ്. അപ്പോൾ ഇതിൻ്റെ ബേസ് കോട്ട് 2 കോട്ട് അടിക്കും. അതിൻ്റെ മുകളിൽ കോൺക്രീറ്റ് വരും. പൈപ്പെല്ലാം ഇട്ടതിന് ശേഷം വീണ്ടും കോൺക്രീറ്റ് ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ വീണ്ടും 2 കോട്ട് അടിക്കുന്ന രീതിയാണ്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു പ്ലാസ്റ്ററിങ് എല്ലാം ഫുള്ളായിട്ട് അടർന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം പ്ലാസ്റ്ററിങ് എല്ലാം പുതുതായിട്ട് ചെയ്തതിന് ശേഷം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത് നമ്മൾ എപ്പോഴും ബാത്റൂം ചെയ്യുന്ന സമയത്ത്, ഇന്നത്തെ കാലത്ത് ബാത്റൂം ചെയ്യുന്ന സമയത്ത് നമ്മൾ മാക്സിമം ഉപയോഗിക്കേണ്ട ടൈലെന്ന് പറഞ്ഞാൽ വെട്രിഫൈഡ് ടൈൽ തന്നെ ഉപയോഗിക്കുക. സെറാമിക് ടൈലായിരുന്നു പണ്ട് കാലത്ത് ഉണ്ടായിരുന്നത്. വെട്രിഫൈഡ് ടൈൽ ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ ഈ ജോയിൻറ്റുകൾ വരുന്ന ടൈലുകൾ തമ്മിലുള്ള ജോയിൻറ്റുകൾ വരുന്നിടത്ത് മാക്സിമം സ്പേസർ ഉപയോഗിക്കുക. അതിൽ എപ്പോക്സി മസ്റ്റായിട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ഒരു വാട്ടർ പ്രൂഫിംഗ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ഏകദേശം 5 കിലോയ്ക്ക് 1800 സംതിങ് അത്ര ആ രീതിയിലാണ് റേഞ്ച് വരുന്നത്. പക്ഷേ നമ്മളിത് അടിക്കുന്നത് വളരെ നല്ലതാണ്. ഇത് 2 ടോയ്ലറ്റുകളാണ്. അപ്പോൾ ഈ 2 ടോയ്ലറ്റുകളും തൊട്ട് അപ്പുറം വരുന്ന ടോയ്ലറ്റുകളാണ് നമ്മൾ ഈ സൈഡിൽ, അതായത് ഒരു ബാത്റൂമിനകത്തൂടെയാണ് വെളിയിലോട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ വൈ ഉപയോഗിച്ചാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. വൈ ഉപയോഗിച്ച് കണക്ട് ചെയ്തതിന് ശേഷം ഫ്ലോ ട്രാപ്പ് ചെയ്തിരിക്കുകയാണ്. ഫ്ലോ ട്രാപ്പ് നിങ്ങൾ മസ്റ്റായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ ഫ്ലോ ട്രാപ്പും അതിൽ വാഷ് ബേസിലായാലും എല്ലാം സെറ്റ് ചെയ്താണ് വെളിയിലാക്കിയിരിക്കുന്നത്.
ഇനി നമ്മൾ ഇത് മൊത്തത്തിലായിട്ട് കോൺക്രീറ്റ് ചെയ്യുകയാണ്. M20 മിക്സിലാണ് നമ്മൾ കോൺക്രീറ്റ് ചെയ്യുന്നത്. അതായത് 5ക്ക് 4, അതായത് 5 മെറ്റലും 4 മണ്ണും ഇട്ടാണ് നല്ല രീതിയിൽ തന്നെയാണ് കോൺക്രീറ്റ് ചെയ്യുന്നത്. ഫുള്ളായിട്ട് കോൺക്രീറ്റ് ചെയ്യുക. വേറെ അതായത് ഫില്ല് ചെയ്യാനായിട്ട് വേറെ ഒന്നും ഉപയോഗിക്കാത്ത രീതിയിൽ നല്ല രീതിയിൽ തന്നെ വാട്ടർ പ്രൂഫ്. ഇനി ഇതിൻ്റെ മുകളിൽ ഈ നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിൻ്റെ മുകളിൽ 2 കോട്ട് വാട്ടർ പ്രൂഫും കൂടെ അടിച്ചതിന് ശേഷമാണ് ചെയ്യുന്നത്. ഈ കോൺക്രീറ്റ് ഇടുന്നതിന് ശേഷമാണ് നമ്മൾ കൺസീൽ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ കൺസീൽ വർക്കുകൾ പൂർണ്ണമായിട്ടും CPVC STR 11 പൈപ്പുകൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ മുഴുവനായിട്ട് CPVC പൈപ്പിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓരോന്നിനും പ്രത്യേകിച്ച് അതായത് 2 ടോയ്ലറ്റുകൾക്ക് 2 ലൈനുകളായിട്ടാണ് ഇറക്കിയിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഓരോ പോയിന്റുകളും നല്ല രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നത്. ഇവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ സാധാരണ ടാപ്പും ഹീറ്ററും സ്റ്റോക്കൊക്കെയാണ് വരുന്നത്. സാധാ 1 പീസ് ക്ലോസറ്റും ഒരു 16 ഇഞ്ച് വാഷ് ബേസിനുമാണ്. വളരെ ചെറിയൊരു ടോയ്ലറ്റാണ്. അപ്പോൾ ആ ടോയ്ലറ്റിനുള്ളിൽ മാക്സിമം സ്ഥലം റെഡിയാക്കിയാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വർക്കുകളെല്ലാം കഴിഞ്ഞ് അവസാനം ടൈലിട്ടതിന് ശേഷം ഫൈനൽ ഫിറ്റിങ്സ് എല്ലാം കഴിഞ്ഞതിന് ശേഷമുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ വീഡിയോകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഈ പേജ് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. താങ്ക്